തിരുവനന്തപുരത്ത് നഗരസഭയുടെ പരിപാടിക്ക് റോഡിൽ വേദി ഒരുക്കി ഗതാഗതം തടസ്സപ്പെടുത്തി. തകരപ്പറമ്പിലാണ് റോഡിന്റെ ഒരു ഭാഗം തടസ്സപ്പെടുത്തി വേദി ഒരുക്കിയത്. വേദി പണിയാൻ അനുമതി നൽകിയിട്ടില്ല എന്ന് വഞ്ചൂർ പോലീസ് അറിയിച്ചു. ഹാൻസ് ജോൺ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. ഹാൻസ്, നേരത്തെയും പലവട്ടം തിരുവനന്തപുരത്ത് പല പരിപാടികൾക്കും പന്തൽ കിട്ടിയതൊക്കെ വലിയ വിവാദമാവുകയും കോടതി അടക്കം ഇടപെടുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ സമാനമായ സംഭവങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു അല്ലേ? അതേ സേതു, അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ തലസ്ഥാനത്ത് അത്തരമൊരു പരിപാടി നേരത്തെ മുൻകാലങ്ങളിൽ ഉണ്ടായതുപോലെ മറ്റൊരു പരിപാടി വീണ്ടും ഉണ്ടായിരിക്കുകയാണ്. പക്ഷെ ഇത്തവണ അത് വഞ്ചൂർ പരിസരത്ത് തന്നെയാണ്. ഈ തകരപ്പറമ്പ് റോഡിൽ, തകരപ്പറമ്പിൽ നിന്ന് ഉപ്പലാമൂട് പോകുന്ന റോട്ടിലാണ് ഇത്തരത്തിൽ റോഡ് തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരു സ്റ്റേജ് നിർമ്മിച്ചിരിക്കുന്നത്. പുനർജനി എന്നുള്ള പരിപാടിയുടെ പേരിൽ തിരുവനന്തപുരം കോർപ്പറേഷനും ഇതിൽ സഹകരിച്ചാണ് ഈ പരിപാടി നടത്തുന്നത്. ആമേഴഞ്ചാൻ തോടിന്റെയും പാർവതി പുത്തനാറിന്റെയും മെഗാ ക്ലീനപ്പിന്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു പരിപാടി ഈ NCC കേഡറ്റുകളടക്കം കൊണ്ടുവന്നുകൊണ്ട് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ പരിപാടിയുടെ ഓർഗനൈസേഴ്സ് തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അവരതിന്റെ ഒരു വിശദീകരണം കൂടി നൽകുന്നുണ്ട്. എല്ലാവരും ഉണ്ടായിരുന്നു. ഇത് ആരുടെ നേതൃത്വത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്? ഇത് ഒരു സംഘടനയുടെ പേര് മാത്രമല്ല, ഇത് പുനർജനി എന്ന് പറയുന്നത് ഒരു പ്ലാറ്റ്ഫോമാണ്. ഇതിൽ ബയോഡൈവേഴ്സിറ്റി ബോർഡുണ്ട്, എനർജി മാനേജ്മെന്റ് സെന്റർ ഉണ്ട്, NCC ഉണ്ട്, NSS ഉണ്ട്. വിവിധ മാധ്യമ സ്ഥാപനങ്ങളെ ഞങ്ങൾ സമീപിച്ചിരുന്നു. എല്ലാ മാധ്യമ സ്ഥാപനങ്ങളിലും ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് ക്ഷണം ഞങ്ങൾ ചെയ്തിരുന്നു. സ്റ്റേജ് ഇങ്ങനെ നിർമ്മിച്ചപ്പോൾ നിങ്ങളുടെ പെട്ടിരുന്നില്ല? കാരണം ഇത്രയധികം റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട്. തീർച്ചയായിട്ടും ഈ റോഡിനെ പറ്റി ഇത് വളരെയധികം സഞ്ചാരയോഗ്യമായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ നേരവും സഞ്ചാരം ഉള്ള ഒരു റോഡല്ല. ഈ റോഡിലേക്ക് ഞങ്ങളൊരു വേദി ഒരുക്കാൻ പോകുമ്പോഴേക്കും ഇവിടെ വളരെയധികം പവർ യൂണിറ്റുകൾ അടക്കമുള്ള വാഹനങ്ങൾ ഉണ്ടായിരുന്നു. അവയെ മാറ്റിത്തരാമെന്ന് തന്നെയായിരുന്നു നമ്മുടെ പോലീസ് അറിയിച്ചിരുന്നത്. പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് അവർക്ക് അത് ചെയ്യാൻ പറ്റാതെ വന്നപ്പോഴേക്കും ഇതിൻ്റെ സൈഡ് ഞങ്ങൾ ഓപ്പോസിറ്റ് സൈഡ് ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ പോലീസിനെ അറിയിച്ചിട്ടില്ല. ഇത് പോലീസിന്റെ കൂടെ അനുവാദത്തോടു കൂടി മാത്രമാണ് ഇങ്ങനെ ഒരു പരിപാടി നമ്മൾ ചെയ്തിട്ടുള്ളത്. അത് പുനർജനി എന്നുള്ള പേരിൽ പോലീസ് അടക്കമുള്ള ബാർ കൗൺസിൽ അടക്കമുള്ള എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ടാണ് ഈ പരിപാടി ഇങ്ങനെ നടത്തിയിട്ടുള്ളത്. പരിപാടി എന്തായാലും അവസാനിച്ചോ? പെട്ടെന്ന് തന്നെ ഇത് ഒഴിവാക്കും? എത്രയും വേഗം, ഏതാനും നിമിഷങ്ങൾ. അതായത് പരിപാടി ഞങ്ങൾ 1 മണിക്കൂറാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ 10 മിനിറ്റ് കൊണ്ടാണ് ഞങ്ങൾ പരിപാടി അവസാനിപ്പിച്ചിരിക്കുന്നത്. അത് കാരണം അത് മഴയുടെ കാരണം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ആ പരിപാടി ഏതാനും നിമിഷം കഴിയുമ്പോഴേക്കും ഈ വേദി ഇവിടെ നിന്ന് നമ്മൾ മാറ്റുന്നതാണ്. സേതു, ഇവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇവർ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരും എന്ന് കരുതിയിരുന്നില്ല. തങ്ങളുടെ ഭാഗത്ത് തെറ്റ് പറ്റിയിട്ടുണ്ട് എന്നാണ് സംഘാടകർ പറയുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കമുള്ള നിരവധി സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇത്തരമൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. പ്രധാന അതിഥി അത് മേയർ VV രാജേഷ് ആയിരുന്നു. പക്ഷെ അദ്ദേഹം ഈ വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ ഇവിടെ എത്തിയില്ല, ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല. അതിനോടൊപ്പം തന്നെ ഈ പരിപാടിയുടെ പ്രധാന ഫ്ലക്സിൽ മുഖ്യമന്ത്രി VD സതീശന്റെയും അതിനോടൊപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനായിട്ടുള്ള VV രാജേഷ്, ഡെപ്യൂട്ടി മേയർ ആശാനാഥ് ഇവരുടെ എല്ലാം ചിത്രം പതിപ്പിച്ചിരുന്നു. പക്ഷേ ഈ വാർത്ത അല്ലെങ്കിൽ ഈ പ്രശ്നം വിവാദമായതിന് പിന്നാലെ അവരുടെ ചിത്രമെല്ലാം മറയ്ക്കുന്ന ഒരു സാഹചര്യത്തിലോട്ടൊക്കെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. എന്തായാലും സംഘാടകർ പറയുന്നത് തങ്ങളുടെ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. പോലീസിന്റെ അടക്ക അനുമതി തേടിക്കൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് എന്നാണ്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ പരിപാടി ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ സ്റ്റേജ് പൊളിച്ചു മാറ്റുമെന്നുകൂടി അവർ അറിയിക്കുന്നുണ്ട്. സേതു.